This is Karthikeyan and welcome back to my channel Karthikeyan KN3. Guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ബെസ്റ്റ് ഫോൺ അണ്ടർ 20K. അപ്പം നമ്മൾ കുറേ ദിവസം വീഡിയോസൊക്കെ കിട്ടി. കാരണം വെച്ചാൽ ഞങ്ങൾ നാട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിനെക്കൊണ്ട് വീഡിയോസൊക്കെ കിട്ടുന്ന കുറച്ച് ഇപ്പോൾ 2 ആഴ്ചയായി വീഡിയോസ് ഇട്ടിച്ച്. അതിനെക്കൊണ്ട് നമ്മളൊരു പുതിയൊരു വീഡിയോസ് വന്നിരിക്കുകയാണ്. ബെസ്റ്റ് ഫോൺ അണ്ടർ 20K. 20,000 rupees 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ആണ് പറയാൻ പോകുന്നത്. 5 ബെസ്റ്റും കൂടി ഒരു 3 സ്മാർട്ട് ഫോൺസും കൂടെ ഉണ്ട്. മൊത്തത്തിൽ 8 സ്മാർട്ട് ഫോൺസ് ഉണ്ട് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ആയിട്ട് 20K വേണമെങ്കിൽ ഈ വീഡിയോ ആയിരിക്കും നിങ്ങളുടെ പെർഫെക്റ്റ് വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ റോഡ് ടു 50 സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. നമ്മൾ പുതിയൊരു ചലഞ്ചാണ്. 50 സബ്സ്ക്രൈബേഴ്സ് ഈ മന്തിൽ പറ്റുമെന്ന് അറിഞ്ഞൂടാ. അറ്റ്ലീസ്റ്റ് ഇയർ എൻഡിങ്ങിൻ്റെ മുമ്പേ നമ്മൾ ചെയ്യണം. ഒരു അറ്റ്ലീസ്റ്റ് നവംബറൊക്കെ ആകുമ്പോഴത്തേ നമുക്കൊരു 50 സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ടുണ്ടെങ്കിൽ അടിപൊളി സംഭവിക്കും. അപ്പോൾ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തിങ്ങിൻ്റെ CMF ഫോൺ 1 ആണ്. അപ്പോൾ നത്തിങ്ങിൻ്റെ സബ് ബ്രാൻഡ് CMF ഫോൺ 1 ആണ്. അപ്പോൾ അതിന് നമുക്ക് വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് ബാക്കാണ് വന്നിരിക്കുന്നത്. AMOLED 120 Hz ഡിസ്പ്ലേ ആണ്. അത് 6.67 ഇഞ്ചിൻ്റെ. പിന്നെ MediaTek Dimensity 7300 ചിപ്സെറ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ 50 മെഗാ പിക്സലിൻ്റെ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. രണ്ടാമത്തെ ക്യാമറ ജസ്റ്റ് ഡെപ്ത് ക്യാമറയാണ്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സൊന്നുമില്ല. പിന്നെ നമ്മൾ ബാറ്ററി നോക്കുകയാണെങ്കിൽ 5000 mAh ഒരു ബാറ്ററിയും 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വെച്ചാൽ 15,999. പിന്നെ ഒരു കാര്യം പറയണേ, ഇതിനകത്ത് പറയുന്ന പ്രൈസിലൊക്കെ കുറേ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ബൈ ചെയ്യുമ്പോൾ അങ്ങോട്ട് 1000 or 2000 അങ്ങോട്ടും ഇങ്ങോട്ടും മാറിച്ചൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക. കാരണം ചില സമയത്ത് ഓഫേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെയൊക്കെ വരാം. അപ്പോൾ മാക്സിമം ഓഫർ ഇൻക്ലൂഡ് ചെയ്ത് വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ പ്രൈസിൽ കുറച്ച് വേരിയേഷൻസ് ഉണ്ടാവും. ഓരോ സൈറ്റിൽ ഓരോ പ്രൈസാണ് കാണിക്കുന്നത്. അടുത്ത നമ്മൾ പോക്കോ X6. അത് നല്ല സ്മാർട്ട് ഫോൺ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു സ്പെക്ക് നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബാക്കാണ്, പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. പിന്നെ AMOLED 120 Hz ഡിസ്പ്ലേ ആണ്. പിന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ഒക്കെ ഉണ്ട്. പിന്നെ 6.67 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ ക്വാൾകം സ്നാപ്ഡ്രാഗൺ 7S Gen 2 ആണ്. അപ്പോൾ നല്ല ചിപ്സെറ്റ് തന്നെയാണ്. പിന്നെ 64 മെഗാ പിക്സലിൻ്റെ OIS ക്യാമറ വിത്ത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 64 മെഗാ പിക്സൽ വിത്ത് OIS ഉണ്ട്. പിന്നെ 16 മെഗാ പിക്സലിൽ ഒരു സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. പിന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ബാറ്ററി നോക്കുകയാണെങ്കിൽ 5100 mAh ഒരു ബാറ്ററിയാണ്. 67 വാട്ടിൻ്റെ ഒരു വയേർഡ് ചാർജിങ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 18,999 rupees. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രൈസിങ്ങിന് വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് നോക്കുക. അപ്പോൾ ഇപ്പം പറഞ്ഞ സ്മാർട്ട് ഫോൺസൊക്കെ പോക്കോ X6 എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഗെയിമിംഗ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നടക്കും. CMF ഫോൺ വെച്ച് സോഫ്റ്റ്വെയർ ആണ്. ഓൾറൗണ്ട് പെർഫോമൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ CMF ഫോൺ 1 നോക്കാം. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ Realme P1 Pro. അപ്പോൾ അതിന് IP65 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. AMOLED 120 Hz ഡിസ്പ്ലേ ആണ്. 6.7 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ ക്വാൾകം സ്നാപ്ഡ്രാഗൺ 6 Gen 1 ആണ്. പിന്നെ ഒരു 50 മെഗാ പിക്സലിൻ്റെ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വന്നിരിക്കുന്നത് വിത്ത് OIS. മെയിൻ ക്യാമറയ്ക്ക് OIS ഉണ്ട്. പിന്നെ 60 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ലഭിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. പിന്നെ എന്താ പറയുക, ബാറ്ററിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 5000 mAh ഒരു ബാറ്ററിയും 45 വാട്ടിൻ്റെ ഒരു വയർഡ് ചാർജിങ് ആണ്. അപ്പോൾ അതിൻ്റെ 17K 18K ആണ്. ഞാൻ പറഞ്ഞിട്ട് കുറേ വേരിയേഷൻസ് ഉണ്ട്. അതിനെക്കൊണ്ടാണ് 17K 18K എന്ന് കൊടുത്തത്. അപ്പോൾ ഞാൻ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ Realme P1 Pro ഓക്കെ. പോക്കോ X6 ആയിരിക്കും ഇതിൻ്റെ പോക്കോ X6 IQ Z9 അതാണ് ഏറ്റവും നല്ല പെർഫോമൻസിന്. Realme P1 Pro ഒരു ഓൾറൗണ്ട് സെറ്റപ്പാണ്. അടുത്ത നമ്മൾ സാംസങ്. കുറേ പേർക്ക് സാംസങ് ഫാൻ, സാംസങ് എന്ന് പറയുന്ന ബ്രാൻഡ് വാല്യൂ നോക്കിച്ച് വാങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിനെക്കൊണ്ടാണ് സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺ ഉള്ളത്. ഈ സ്മാർട്ട് ഫോൺ അത്ര നല്ല പെർഫോമൻസിനൊന്നും അത്ര ഇതില്ല. കാരണം Exynos ആണ്. അപ്പോൾ നമുക്ക് സാംസങ് ഗാലക്സി M35 അതാണ് നമ്മുടെ അടുത്ത സ്മാർട്ട് ഫോണ്.
ലിസ്റ്റിലുള്ള. അപ്പോൾ അതിനെ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ഫ്രെയിമാണ്, ഗ്ലാസ് ബാക്കാണ്. അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ AMOLED 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ്, 6.6 ഇഞ്ചിൻ്റെ. പിന്നെ Exynos 1380 ആണ്. അപ്പം നമ്മളുടെ പെർഫോമൻസ് നിങ്ങൾ അത്ര നോക്കണ്ട. 50 മെഗാ പിക്സൽ OIS ക്യാമറ ഉണ്ട്, അത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. പിന്നെ അൾട്രാവൈഡ് ക്യാമറ ഒക്കെ ഉണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. നമ്മൾ ബാറ്ററി കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ 6000 mAh ഒരു ബാറ്ററി, 25 വാട്ടിൻ്റെ വയർ ചാർജ്. അപ്പം ഗൈസ്, പിന്നെ സാംസങ് ഗാലക്സി M35 പ്രൈസാണ് 19,999 റുപ്പീസ്. അത് കുറച്ചൊരു ഓവർ പ്രൈസ്ഡ് ആയെന്ന് എനിക്ക് തോന്നുന്നു. നല്ല രീതിയിൽ ബാറ്ററി കപ്പാസിറ്റി ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. പിന്നെ സാംസങ്ങിൻ്റെ ബ്രാൻഡ് വാല്യൂ, പിന്നെ ഡിസ്പ്ലേ അടിപൊളിയാണ്, പിന്നെ നല്ലൊരു ബിൽഡുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്ത ഒരു പെർഫോമൻസ് ബീസ്റ്റ് സ്മാർട്ട് ഫോണാണ്, അതാണ് IQ Z9. അതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബാക്കാണ്, പ്ലാസ്റ്റിക് ഫ്രെയിമാണ്, IP54 ഉണ്ട്, AMOLED 120 ഹെർട്സ് ഒരു ഡിസ്പ്ലേ ആണ്, 6.67 ഇഞ്ചിൻ്റെ. പിന്നെ MediaTek Dimensity 7200 ചിപ്സെറ്റ് ലഭിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ക്യാമറ നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സൽ OIS ക്യാമറ, ഡുവൽ ക്യാമറയാണ്, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്താണ്, അൾട്രാവൈഡ് ഒന്നുമില്ല. പിന്നെ 16 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട് എക്സ്ട്രാ ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ. പിന്നെ 5000 mAh ഒരു ബാറ്ററിയാണ്, 44 വാട്ടിൻ്റെ ഒരു വയേർഡ് ചാർജിങ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. IQ Z9 പ്രൈസാണ് 19,999 റുപ്പീസ്. അടുത്ത നമുക്ക് ഈ സ്മാർട്ട് ഫോൺ വെച്ചാൽ ഒരു പെർഫോമൻസ് അയച്ചതാണ്. ക്യാമറ അത്ര പോലെ അൾട്രാവൈഡ് ഒന്നുമില്ല, സെൽഫി ക്യാമറയും കുഴപ്പമില്ല. അപ്പോൾ ഒരു പെർഫോമൻസിന് വേണ്ടിച്ചൊരു സ്മാർട്ട് ഫോണാണ് IQ Z9. IQ ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. നമുക്ക് മോട്ടോറോളേൻ്റെ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്, ക്ലീൻ യൂസർ ഇൻ്റർഫേസ്. എന്നാലും ഇപ്പം കുറച്ച് ആഡ്സൊക്കെ ഉണ്ട്. എന്നാലും ഏറ്റവും CMF ഫോൺ വണ് മോട്ടോറോള G85 ആണ് അത്യാവശ്യം സോഫ്റ്റ്വെയറിൽ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, പ്ലാസ്റ്റിക് ഫ്രെയിമാണ്, പ്ലാസ്റ്റിക് ബാക്ക് ഓർ മറ്റേ ലെതർ ബാക്ക്, എക്കോ ലെതർ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പിന്നെ 120 ഹെർട്സിൻ്റെ ഒരു OLED ഡിസ്പ്ലേ ആണ്, POLED. അവരിപ്പോൾ അങ്ങനെയാണ് OLEDനെ നെയിം ചെയ്യുന്നത്, POLED. പിന്നെ കോണി ഗൊറില്ല ഗ്ലാസ് 5 സപ്പോർട്ടുണ്ട്, സപ്പോർട്ടല്ല പ്രൊട്ടക്ഷനുണ്ട്. പിന്നെ Qualcomm Snapdragon 6S Gen 3 ആണ് ചിപ്സെറ്റ് ഓക്കെയാണ് ഈ പ്രൈസ് റേഞ്ചിൽ. മറ്റേ ഭയങ്കര പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കണ്ട, അതിന് നമ്മൾ IQ Z9 ഓർ Poco S6 പോകണം. പിന്നെ നമുക്ക് 50 മെഗാ പിക്സലിൻ്റെ ഒരു OIS ക്യാമറ, ഡുവൽ ക്യാമറ സെറ്റപ്പാണ്, 8 മെഗാ പിക്സൽ അൾട്രാവൈഡൊക്കെ ഉണ്ട്. പിന്നെ 32 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറ നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. പിന്നെ 5000 mAh ഒരു ബാറ്ററി ഉണ്ട്, 33 വാട്ടിൻ്റെ ഒരു വയേർഡ് ചാർജിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ മോട്ടോ G85 പ്രൈസ് വെച്ചാൽ 17,999 റുപ്പീസാണ്. അപ്പം ഇത് അത്യാവശ്യം നല്ലൊരു ഓൾറൗണ്ട് സ്മാർട്ട് ഫോണാണ്. ക്യാമറ നല്ല തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്, ചിപ്സെറ്റ് ഓക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത സ്മാർട്ട് ഫോണിലേക്ക് കിടക്കുകയാണെങ്കിൽ OnePlus Nord CE4 Lite. അപ്പം നിങ്ങൾ OnePlus ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. IP54 ഡിസ്റ്റൻസ് ഫ്ലാഷ് റെസിസ്റ്റൻസ് ഉണ്ട്, പ്ലാസ്റ്റിക് ബാക്കാണ്, പ്ലാസ്റ്റിക് ഫ്രെയിമാണ്, 120 ഹെർട്സിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ നമുക്ക് ലഭിച്ചിരിക്കുന്നത്, 6.67 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. Qualcomm Snapdragon 695 ആണ് നമുക്ക് ഇവിടെ ചിപ്സെറ്റ് അയച്ച് ലഭിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് 50 മെഗാ പിക്സലിൻ്റെ ഒരു ഡുവൽ ക്യാമറ ഉണ്ട് വിത്ത് OIS, അൾട്രാവൈഡ് ക്യാമറ ഇല്ല. പിന്നെ 60 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറ ഉണ്ട്, സെൽഫി ക്യാമറ, 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ലഭിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, NFC ഒക്കെ ഉണ്ട്. ബാറ്ററി നോക്കുകയാണെങ്കിൽ 5110 mAh ബാറ്ററിയാണ്, 80 വാട്ടിൻ്റെ ഒരു വയേർഡ് ചാർജിങ്, ഏറ്റവും ഫാസ്റ്റ് ചാർജിങ് ഇതിൻ്റെ അകത്താണുള്ളത്. 80 വാട്ടിൻ്റെ വയർഡ് ചാർജിങ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ OnePlus Nord CE4 Liteൻ്റെ പ്രൈസാണ് 19,999 റുപ്പീസ്. അപ്പോൾ ഇത് നമുക്ക് OnePlus
ഇന്ന് കമ്പനി ഒരു ബ്രാൻഡ് വാല്യൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വാങ്ങാം. പണ്ടായിരുന്നു OnePlus ഓസ്ട്രോജൻസൊക്കെ, പക്ഷെ ഇപ്പോൾ ColorOS ഓസ്ട്രോജൻസ് ഒരു മിക്സ്ഡ് ആയതുകൊണ്ട് നമുക്ക് പണ്ടത്തിൻ്റെ അത്ര ഇത് കിട്ടുന്നില്ല. അടുത്ത നമുക്ക് നമ്മൾ ഈ ലിസ്റ്റിൽ തന്നെ ലാസ്റ്റ് സ്മാർട്ട് ഫോൺ റിയൽമി നാർസോ 70 Pro. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ഫ്രെയിമാണ്, IP64 ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻസ് ഉണ്ട്. AMOLED 120 Hz ഡിസ്പ്ലേ ആണ്, അത് 6.67 ഇഞ്ചിൻ്റെ. പിന്നെ MediaTek Dimensity 7015 ചിപ്സെറ്റാണ് ലഭിച്ചിരിക്കുന്നത്, നല്ല ചിപ്സെറ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ ക്യാമറ നോക്കുകയാണെങ്കിൽ 50 MP OIS ക്യാമറയാണ്, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്, 8 MP അൾട്രാ വൈഡ് ഒക്കെ ഉണ്ട്. പിന്നെ 60 MP ഒരു സെൽഫി ക്യാമറ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. പിന്നെ 5000 mAh ഒരു ബാറ്ററി, 67 വാട്ടിൻ്റെ ഒരു വയേർഡ് ചാർജിങ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രൈസ് വെച്ചാൽ 17K ആണ്, 18K ആണ്, ചില സ്ഥലത്ത് 17,999. അപ്പോൾ നമുക്കൊരു കൺക്ലൂഷനിൽ എത്താറ്റില്ല, 17K ഓർ 18K. അപ്പോൾ ആ പ്രൈസ് വേരിയേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഓഫേഴ്സ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് മേടിക്കുക ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോൺ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മാർട്ട് ഫോൺസ് നിങ്ങൾക്ക് നോക്കി എടുക്കുക അതിൻ്റെ അകത്തുനിന്ന്. അപ്പം ജസ്റ്റ് ഒരു സ്പെക്കേ പറഞ്ഞിട്ടുള്ളൂ, കൂടുതലായി ഡീറ്റെയിൽ ആയിട്ട് പറച്ചില്ല. ഞാൻ അത്യാവശ്യം കൊടുക്കാൻ ശ്രമിക്കുക. ഞാൻ അതിൻ്റെ അകത്ത് ഒരുവിധം സ്മാർട്ട് ഫോൺസിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്. സാംസങ്ങിൻ്റെ ചോദിച്ചും റിയൽമീൻ്റെ ചോദിച്ചും അത്യാവശ്യം ചെയ്യിച്ചിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് വയ്ക്കുക. അത് മാത്രമല്ല, എൻ്റെ വീഡിയോസ് മാത്രം കണ്ടാൽ പോലെ നിങ്ങൾ വേറെ റിവ്യൂസിൻ്റെ നമ്മൾ എന്താ പറയുക ഫിസിക്കലായിട്ട് റിയൽ ഡിവൈസ് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് വെച്ചുള്ള റിവ്യൂസ് നിങ്ങൾ കാണണം. 1-2 കണ്ടാൽ പോലെ 3-4 കാണുക. എന്ന് വെച്ചാൽ നമ്മൾ പൈസ മുടക്കിച്ചാണ് ഒരു 20,000 അല്ലെങ്കിൽ 15,000 എബോ പ്രൈസ് മുടക്കിച്ചാണ് നമ്മൾ ഓരോ സ്മാർട്ട് ഫോൺസ് വാങ്ങുന്നത്. അപ്പോൾ അത് മോശമാവരുത്. അതിനെക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എടുക്കാനുള്ള സ്മാർട്ട് ഫോൺസ് നോക്കിച്ചെടുക്കുക. ഇതൊക്കെ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് നിങ്ങൾക്ക് ഞാൻ വെച്ച സ്മാർട്ട് ഫോൺസാണ്. എന്തെങ്കിലും സ്മാർട്ട് ഫോൺസ് വിട്ടുപോയിച്ചിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതാകുമ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് വന്നിച്ച് നോക്കാൻ പറ്റും വേറെ സ്മാർട്ട് ഫോൺസും കൂടെ ഉണ്ടെങ്കിൽ. ഗൈസ്, അപ്പോൾ ഇത്രയുള്ള നമ്മളത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ള സ്മാർട്ട് ഫോൺസ് നോക്കിയെടുക്കാവുന്നേ ഉള്ളൂ ഗൈസ്. അപ്പോൾ മാക്സിമം ഓഫേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള നമ്മളത്തെ വീഡിയോ. ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം. പീസ്, ബൈ.